ഗൈസ്, ഞാനിവിടെ ഒരു കമന്റ് പേസ്റ്റ് ചെയ്യാണ്. കമന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സെക്സ് വർക്കർ എന്നുള്ള രീതിയിൽ നിവിൻ അനുമോളെ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ പ്രവാസികൾക്ക് വെയിറ്റിംഗ് ആണ് ബിഗ് ബോസ് ഇതിന് എന്ത് ഡിസിഷൻ എടുക്കുന്നത് സായിയുടെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നിട്ട്. ഐ എം സോ സോറി ടു സേ ദിസ്. ഞാൻ ഈ സംഭവം കണ്ടിട്ടില്ല. ഇന്നലെ സത്യം പറഞ്ഞ ലൈവും എപ്പിസോഡൊക്കെ കാണാനായിട്ട് കുറച്ച് വിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം സായിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ആൻഡ് നമുക്ക് പോവാം. BB അപ്ഡേറ്റ് അനുമോൾ. ഫേസ്ബുക്കിലൊക്കെ തരംഗമായിട്ട് അനുമോളെ തേച്ചൊട്ടിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ബസ് വിഷയം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഗിസേലിനെ അനുമോള് യക്ഷിയാക്കിയ മാതിരി ഫേസ്ബുക്കിലൊക്കെ അനുമോളുടെ യക്ഷി പിക്ചേഴ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കമന്റ്സ് ഒന്നും ഒരു രക്ഷയില്ല. അനുമോളെ പിടിച്ച് പുറത്താക്കണം എന്നുള്ള രീതിയിലാണ് കമന്റ്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ലിറ്ററലി പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഷാനവാസ് ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ അതിനെപ്പറ്റി ചോദിക്കുക പോലും ചെയ്തില്ല. കാർഡുകളൊക്കെ ഇവിടെ വെച്ച് കീറുകയാണ്, ഈ വക പരിപാടി കാർഡൊന്നും ഇല്ല എന്ന് അദ്ദേഹം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ, ഈ ഒരു കമ്മിങ് വീക്കെൻഡിൽ ഇതങ്ങനെ കീറിക്കളയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആരാണ്? അക്ബറാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ സംഭവം ചോദിക്കും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട് അറ്റ് ഓൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ അറിയാം അക്ബറിന് ബിഗ് ബോസ് ആര് കൊടുക്കുന്ന ഒരു ചുച്ചു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്ബറിനോട് ചോദ്യം ചോദിക്കാത്ത ഒരു വീക്കെൻഡ് എപ്പിസോഡും ഇല്ല. കൂടുതൽ ചോദ്യങ്ങൾ അക്ബറിനോടാണ് ചോദിക്കുന്നത്. അപ്പം അനുമോള് പറഞ്ഞതിനെ ഞാൻ ബാധിക്കുകയല്ല അല്ലെങ്കിൽ സപ്പോർട്ട് ആക്കുകയല്ല, പറയാൻ പാടില്ലാത്ത തന്നെയാണ് പറഞ്ഞത്. ഇവിടെ ഈ ഒരു സംഭവത്തെ പറ്റി സംസാരിക്കുന്ന അനുമോൾ അത് പറഞ്ഞ് പൊട്ടിക്കറിയുന്നു. നമ്മുടെ അതിനകത്ത് തന്നെ ലക്ഷ്മി ഒരു ഇപ്പൊ ഇറങ്ങിയ ഒരു എക്സ് കണ്ടസ്റ്റന്റിനെ പറ്റി സംസാരിച്ച കാര്യം തന്നെ ഡിഫമേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, വ്യക്തിഹത്യ എന്നുള്ള രീതിയിൽ സംഭവം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും ഈക്വൽ ടു അതേ ഒരു റേഞ്ചിൽ തന്നെയാണ് ഈ സാധനം വന്നിരിക്കുന്നത്. ആൻഡ് വുമൺ കാർഡാണ് വാരി പെതറിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് ലാലേട്ടൻ ചോദിക്കുകയാണെങ്കിൽ തന്നെ സംഭവിക്കാൻ പോകുന്നത് അനുവിനെ കൊണ്ട് സംസാരിപ്പിക്കാതെയും അക്ബറിന് കൂടുതൽ സ്പേസ് കൊടുക്കാനുമാണ് ചാൻസ്. കാരണം അനുവിന്റെ കയ്യിലിരിപ്പ് അങ്ങനെയാണ്. വുമൺ കാർഡ് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന സംഭവം വളരെ മോശമായിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് എന്താണ്? ORM ബട്ടം ഫെയിലിയർ, അതായത് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. കാരണം ഫേസ്ബുക്കിലൊക്കെ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കമന്റ്സും ട്രോൾസും പോസ്റ്റേഴ്സും പിക്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ORM എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അനുമോൾക്ക് വേണ്ടി ORM ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ വ്യക്തി, അതായത് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്, അനുമോൾക്ക് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷവും ഒരു ലൈഫ് ഉണ്ട്, പ്രൊഫഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു പ്രൊഫഷൻ ഡീഗ്രേഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആ വ്യക്തി മൊത്തം ഫെയിലിയർ ആയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ FBയിലൊക്കെ വന്നിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ആ ഒരു വൃത്തികെട്ട കമന്റ്സ് ഇടുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്യല്ല. ഇതൊരു ഗെയിമാണ്, ഗെയിമായിട്ട് തന്നെ എടുക്കണം. അതല്ലാതെ അവരെ ഭയങ്കര മോശമായിട്ട് കമന്റ് ഇടുന്ന ആളുകളോട് ഞാൻ പറയുന്നത് അത് ഭയങ്കര മോശമാണ് നിങ്ങൾ ചെയ്യുന്നതെന്നാണ്. പക്ഷെ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളോട് കാണിക്കാവുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ PR ഉണ്ടെങ്കിലും ORM ഉണ്ടെങ്കിലും അത് ഒരു OMKV അവസ്ഥ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അനുമോൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു അതിന്റെ ഔട്ടേ ഇവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അനുമോൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു ORM ചെയ്യുന്ന വ്യക്തിക്ക്, ഒരു PR വ്യക്തിക്ക് അനുമോൾ നടന്ന് അവിടെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി തൂത്തി മെടുത്തു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ് ലൈവ് പോകുന്നത് അതാണ് ഇവർക്ക് പോക്കി കാണിക്കാൻ പറ്റത്തുള്ളൂ. അറ്റ് ദ സെൻസ് ലൈക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ആക്ട് ചെയ്തിട്ട് ഇവിടെ പുറത്ത് വെള്ള പൂശാൻ വരുമ്പോൾ അതും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. സോ ആ ബോളിന്റെ ടാസ്കിലൊക്കെ നന്നായിട്ട് ഗെയിം കളിച്ചു വന്നിട്ട് കാലത്തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് അവസാനം കുട നിലത്തിട്ട് പൊട്ടിച്ച രീതിയിലൊരു സംഭവമാണ് അനുമോളുടെ വായന്ന് വന്നിരിക്കുന്നത്. സോ ഈ വീക്കെൻഡ് എന്തായാലും അനു ഡിഷസ് ആയിരിക്കും. അപ്പൊ എനിക്ക് നിങ്ങളോട് എഗെയിൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ORM ഈക്വൽ ടു OMKV. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇതിനെ വെളുപ്പിക്കാൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം അതിന്റെ അകത്ത് പറഞ്ഞത് അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഞാൻ അതല്ല ഉദ്ദേശിച്ചതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു സംഭവത്തിന് ഇതിനോട് കമ്പയർ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നല്ല കുത്തരിച്ചോറ് കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് ഈ പറയുന്ന വെളുപ്പിക്കാൻ നടക്കുന്ന ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ലൈക്ക് അവരുടെ ജോലി അതാണ്, വെളുപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. അതായത് ORM അല്ലെങ്കിൽ PR അല്ലെങ്കിൽ അവൻ്റെ ഫാൻസ് തന്നെ ഇതിനെ പറ്റിയിട്ട് എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും ഒരു കാര്യമില്ല. അപ്പോൾ ആകെ മൊത്തം എന്താണ്, ഗെയിമിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും കയ്യിലിരിപ്പ് മായനാക്കും. ഓക്കെ.